ബാക്ക് ടു ദ വീഡിയോ ഗൈസ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ കൂർഗിലോട്ട് പോകണേ. അപ്പോൾ രാവിലെ ഇറങ്ങി ഇതിലൂടെ ആദ്യം ഒന്ന് കയറട്ടെ. ഓക്കെ, രാവിലെ ഇറങ്ങിയ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മീൻസ് എറണാകുളം തൊട്ട് ഇപ്പോഴാണ് ഒരു സ്പോട്ട് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ചായയും കാര്യങ്ങളും എല്ലാം കുടിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങി. ഇനി നേരെ പോകണം. നമ്മൾ മടിക്കേരിയിലോട്ടാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്ന് വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എങ്കിലും ഒന്നും നടന്നില്ല. മടി കാരണം എടുത്തില്ല ക്യാമറ. ഇപ്പോഴാണ് ചായ കുടിച്ച് ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്താ പറയുക മടിക്കേരി പിടിക്കാം. അപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട് അവിടെ നിന്ന് വളഞ്ഞു പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി ഉണ്ട്. കുറച്ചുകൂടി അല്ല, കുറേ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്തെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ നമ്മൾ ഗ്രൂപ്പായിട്ടൊന്നും അല്ല പോകുന്നത്. ഞാൻ സോളോ ആണ്. സോളോ ഡ്രൈവ്. കുറച്ച് നാളായി സോളോ ഒരു ട്രിപ്പ് പോകണമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എങ്കിലും ഇപ്പോഴാണ് സമയവും സാഹചര്യവും എല്ലാം സെറ്റായി വന്നത്. അപ്പോൾ ഞാൻ കൂർഗ് പോകാമെന്ന് വിചാരിച്ചു. കൂർഗ് അതിന് മുന്നേ പോയിട്ടില്ല. അപ്പോൾ കൂർഗ് പോയി ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ ഓൾറെഡി ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കൂർഗ് പിടിക്കാം. സോ നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടിട്ടുള്ളത് തന്നെ എൻ്റെ ഒരു സാധനം മിസ്സിങ് ആണ്. അതാണ് എൻ്റെ ഗ്ലൗസ്. സോ ഗ്ലൗസ് എവിടെ പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യം ഞാൻ വീട് മൊത്തം അരിച്ചു പെറുക്കി. പക്ഷേ ഒരെണ്ണം കിട്ടി, പക്ഷേ ഒരെണ്ണം കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഗ്ലൗസ് ഇല്ലാണ്ട് ഈ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇനി പറയാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ ഒരു മൂഡ് തോന്നി അവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞാൻ മേടിക്കുമായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഒരു ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ പ്രൈമറി ഫോണല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോണാണ്. അവൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനിതിപ്പോൾ ജസ്റ്റ് റൂട്ട് നോക്കാൻ വേണ്ടി എടുത്തതാണ്. അല്ലെങ്കിൽ പണിയാവും. കാര്യം എൻ്റെ ഇരിക്കുന്ന ഐഫോണാണ്. സോ അത് വിത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻസറിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് തൽക്കാലത്തേന്. ആൻഡ് ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ Insta360 മൗണ്ട് ചെയ്യുന്ന മൗണ്ടലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റബ്ബർ ബാൻഡൊക്കെ ഇവിടെ കാണുന്നത്. സോ ഒരു ജസ്റ്റ് ഫോർ എ സേഫ്റ്റിക്ക് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഈ പാലം കണ്ടോ? ഇത് നമ്മുടെ മറ്റേ മൂന്നാർ പോകുമ്പോൾ ഉള്ള നേര്യമംഗലത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ സെയിം രീതിയിലുള്ളൊരു പാലം. ഇത് നമ്മൾ കോഴിക്കോട് പോകുന്ന ആ ഒരു റൂട്ടാണ്. എനിക്ക് കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് സ്ഥലം പറയാത്തത്. നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും സൂപ്പറാണ്. ഇത് കണ്ടോ? ഓ, ഇത് രണ്ട് മലകളുടെ ഇടയ്ക്കൂടാണ്. അപ്പോൾ ഈ രണ്ട് മല ഇവിടുന്ന് തുരന്ന് റോഡാക്കി വെക്കുക. സൂപ്പറല്ലേ? കണ്ടോ? നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡ് ഓണാക്കാം. ഇനി വെറുതെ കുറേ നേരം ഇരിക്കാം. പക്ഷെ ഒരു കൈ പിടിക്കുന്നതാണ്. ഞാൻ എപ്പോഴും ഒരു കൈ പിടിക്കാറുണ്ട്. പക്ഷെ വണ്ടി തന്നെ പൊക്കോളും. 78 കിലോമീറ്ററിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണേ. കുറേ നേരമായിട്ട് ആകെ മൊത്തം ബോറടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഫുള്ള് ഹൈവേ ആണ്. അപ്പോൾ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഫുള്ള് ബോറടിയായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ഹൈവേയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊളിച്ചൊക്കെ ഓടിച്ചങ്ങ് പോകാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഈ ഹൈവേ റോഡിൽ ഭയങ്കര പോസ്റ്റാണ്. ഇടയ്ക്കൊരു ഗ്രാമപ്രദേശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നൈസായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഹൈവേയിലോട്ട് കയറാൻ പോവാം. ഫുല്ല് ഇനിയുള്ള ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം. ഇപ്പോൾ അറൗണ്ട് ഒരു 8:44 ആയിട്ടുണ്ടേ. സോ ഇനി ഏതെങ്കിലും കട കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ കറൻ്റ് കോഴിക്കോടാണെന്ന് തോന്നുന്നു. സ്ഥലം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബാക്കിൽ കലവറ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അതൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ എനിക്ക് വണ്ടി അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാം. ചായക്കട, ഇതാണ് ആ കട. കലവറ എന്നല്ലേ വരും? അതെ, കലവറ. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇതായിരുന്നു കട, കലഹറ. നല്ല ഫുഡായിരുന്നു. ഞാൻ പത്തിരിയും മറ്റേ വെജിറ്റബിൾ സ്റ്റൂ ഇല്ലേ, ഇവർ ഇഷ്ടു അങ്ങനെ എന്തോ പറയുന്നത്, അതും പിന്നെ ഒരു പൊറോട്ടയും കഴിച്ചു. അപ്പം ഇനി അതവിടെ കിടന്നോളും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് തെറിക്കാം. ഇവിടെ നല്ല ആൾക്കാരാണ്, നല്ല പെരുമാറ്റം. ഓക്കെ, പോവേ. നല്ല ഫുഡ് വരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഇപ്പം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ, ഞാൻ വഴി വെച്ച് വല്ല പണിയും കിട്ടുമെന്ന് അറിയത്തില്ല. എനിവേ കിട്ടില്ലായിരിക്കും. ഉണ്ടോ കുറേ വെറൈറ്റി കടികളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചില്ലൂട്ടി ഇരിക്കും. എനിക്ക് ചില്ലൂട്ടി കുറേ കടി ഇരിപ്പുണ്ട്, പക്ഷെ എനിക്കത് ഇപ്പം ഞാൻ ട്രിപ്പിലായതുകൊണ്ട് അത് കഴിക്കാൻ ഒരു മടി. ഇനി ഇടയ്ക്ക് വല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ കടി കഴിച്ചില്ല. ഇൻസ്റ്റഡ് കുറച്ച് ഐറ്റംസ് കഴിച്ചു. പത്തിരി, അരിപ്പത്തിരി ഇല്ലേ, അരിപ്പത്തിരി, പൊറോട്ട, പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടു. ഞങ്ങളൊക്കെ അതിന് സ്റ്റ്യൂ എന്നാണ് പറയുന്നത്, ഇവരോട് ഇഷ്ടു എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നേരെ പോകാം. ഹൈവേയിലായിരുന്നപ്പോൾ ഞാൻ ബോറടിയാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ആ ബോറടി മൊത്തം മാറ്റി. ഇപ്പം ഫുള്ള് ഫുള്ള് കുഴി, മറ്റേ പാച്ചില്ലേ, അതിങ്ങനെ ഇങ്ങനെയൊക്കെ ഗട്ടർ പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുക. എൻ്റെ മോനെ, മടിക്കേരിക്കുള്ള റൂട്ടാണ് ഇത്. ഇപ്പോൾ ഫുള്ളൊരു കാട് വൈബാണ്. നമ്മൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാൽപ്പാറ പോകാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുമല്ലോ, അതിരപ്പള്ളി വാൽപ്പാറയ്ക്ക് പോകുന്ന റൂട്ട്. സോ ആ സെയിം കൈൻഡ് ഓഫ് ഒരു എഫക്റ്റാണ് എന്താ പറയുക ഇതിൽ പോകുമ്പോഴും കിട്ടുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ കുറേ വണ്ടി വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അവിടെ അധികം അങ്ങനെ വണ്ടി കാണാറില്ല. സോ അതാണ് വ്യത്യാസം. നല്ല റോഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ളത് മൊത്തം മറ്റേ ഷോൺ റോഡാണ്, ഫുള്ള് മറ്റേ ചരല് പോലെ. ഓ മാൻ, ഇനി അങ്ങോട്ട് ഇങ്ങനെയാന്ന് തോന്നുന്നു. അയ്യോ, അവിടെ ഫുള്ള് പൊടി. വണ്ടി വന്നിട്ട് പൊടി കാരണം ഒന്നും കാണത്തുകൂടില്ല. നമുക്ക് സൂക്ഷിച്ച് പയ്യപ്പോ ഗൈസ്. അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലൊക്കെ ചെന്ന ഒരു പ്രതിനിധിയാണ് ഇവിടെ വരുമ്പോൾ. ഈ കാപ്പിത്തോട്ടവും ഇതൊക്കെ കാണുമ്പോഴത്തേനും കൈൻഡ് ഓഫ് ഒരു ഇടുക്കി ചെന്ന പോലെ. നമ്മളവിടെ കൂർഗിൻ്റെ ചെക്ക് പോസ്റ്റ് ആക്ച്വലി കയറി, എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു, അങ്ങോട്ടാണ് മടികരി. സോ ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 41 കിലോമീറ്റർ എന്തോ ഉണ്ട് മടികരിക്ക്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മടിക്കേരി ടൗൺ എത്തിയിട്ടുണ്ട്. വന്ന വഴി ഒരു വൃത്തികെട്ട വഴി, എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. അപ്പോൾ എനിവേ, ഇനി ഞാൻ എൻ്റെ റൂമിലോട്ട് വിളിക്കട്ടെ. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ 4 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ അവർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളോട് ആ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പിലെ വഴിയൊന്നും മനസ്സിലാകുന്നില്ല, ഇതെങ്ങോട്ടാണ്, ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. ഇതല്ല, മുകളിലാണ്. ഞാനത് വണ്ടി ഒന്ന് തിരിക്കാനായിട്ട് വന്നതാണ്. ഹോം സ്റ്റേ ആണ് ആക്ച്വലി. സോ ഇതാണ് നമ്മുടെ സ്റ്റേ. വണ്ടി ആക്ച്വലി ഉള്ളിലോട്ട് കയറണം. Oh, okay. I think I'll take this one. Yeah, sure. അതായത് ID കാർഡും പേയ്മെൻറ്റും കൊടുത്തിട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തേ. നമ്മൾ ഇവിടെ അടുത്തൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. സോ അങ്ങോട്ട് പോകണം. കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 3:45 4 മണി ആറായിട്ടുണ്ട്. 4 മണി ആയെന്ന് തോന്നുന്നു. 3:45 ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
ലൊക്കേഷൻ എത്താറായി. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല നമ്മൾ ആക്ച്വലി ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ രാജാസ്തോംബ്, അതേപോലെ തന്നെ ആബേ വാട്ടർഫോള് അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, ഒരു പാർക്ക്. അതാണോ രാജാസ്തോംബ് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇവിടെയെല്ലാം നമ്മൾ പോകുന്നുണ്ട്. സോ ഇതാണ് സ്പോട്ടെന്ന് തോന്നുന്നു കേട്ടോ. ബ്രോ, ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ഇല്ലേ? ഓ ഷിറ്റ്, ആ പണി പാളി. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ അല്ല, മൂഞ്ചിപ്പോയി. ഷിറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷൻ ഇടാം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് മൂഞ്ചി. ഇനി നമ്മൾ പോകുന്നത് രാജാ സീറ്റിലോട്ടാണ്. അത് മൂഞ്ചിയ പണി പാളും. അത് കഴിഞ്ഞിട്ട് മടിക്കേരി ഫോർട്ടുണ്ട്, അവിടെ നിന്ന് കയറണം. പിന്നെ അത് കഴിഞ്ഞ് ആബേ ഫോൾ. സോ ഇതെല്ലാം ഈ ഒറ്റ റൂട്ടിൽ പറ്റും. ആകെ ഇതിനു വേണ്ടി മാത്രമാണ് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തത്. സോ അത് വേസ്റ്റ് ആയിപ്പോയി. എനിവേ കുഴപ്പമില്ല, നമുക്ക് അടുത്ത് പിടിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് രാജാ സീറ്റ് എന്ന് തോന്നുന്നത്. സോ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ. ഇവിടെ വെക്കാം. ഗൈസ്, ഞാൻ അതിനകത്ത് ഈ രാജാ സീറ്റിൽ കയറിയില്ല. പണ്ടാറടക്കം മുടിഞ്ഞ വെയിൽ വേണം. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പരിപാടികൾ അത്ര താല്പര്യമില്ല. സോ അവിടെ കയറിയില്ല. നമുക്കപ്പുറത്ത് മറ്റേ മടിക്കേരി ഫോർട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അവിടെ ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് മടിക്കേരി ഫോർട്ട്. സോ നമുക്ക് ഇവിടെ വല്ലതും വണ്ടി വെക്കാം. ഇവിടെ കുറച്ച് നല്ല വണ്ടി എടുപ്പുണ്ട്, അതിൻ്റെ അകത്തോട്ട് ഇരിക്കും. ഓക്കെ, ഇതാണ് മടിക്കേരി ഫോർട്ട്. ഇതിനുള്ളിലോട്ട് ഇനിയും പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് പോയിട്ട് എന്ത് സംഭവം നോക്കാം. ഇതിവിടുത്തെ കൈൻഡ് ഓഫ് ഒരു അമ്പലം പോലൊരു സെറ്റപ്പാണ്. ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കയറുന്നില്ല. അതുപോലെ ഇങ്ങോട്ട് വഴിയുണ്ട്. ഇതെങ്ങോട്ടാന്ന് അറിയത്തില്ല, അങ്ങോട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം പോലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സെൻറ്റർ ഇതിൻ്റെ മുകളിലൊക്കെ ഇത് കണ്ടോ, റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇത് നേരെ ഇറങ്ങുന്ന വെളിയിലോട്ടാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ബേസിക്കലി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇതാണിപ്പോൾ മടിക്കേരി ഫോർട്ടിൻ്റെ ഒരു ഹൈ ആംഗിൾ വ്യൂ. ഇവിടെ ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പോയത് അവിടെയാണ്. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകാം കേട്ടോ. പക്ഷെ ഞാൻ പോകുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണം. ഇനി ആബേ വാട്ടർഫോൾസിലൂടെ പോകണം. സോ നമ്മൾ ഇതിലേ താഴോട്ട് ഇറങ്ങും. ഇതിനുള്ളിൽ കയറുന്ന നമുക്ക് പെർമിഷൻ ഇല്ല. ഇവിടെ ഫുള്ള് ഒരു വള്ളി വെച്ച് കെട്ടി വെച്ചേക്കാണ്. സോ കയറാൻ പറ്റിയിരുന്ന കാടായിരുന്നു. അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പക്ഷെ ഇപ്പോൾ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മണി അടിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അമ്പലത്തിൽ നിന്നാണ് തോന്നുന്നു. എനിവേ, നമ്മളിവിടെ ഓവറോൾ ഒന്ന് ചുറ്റി കണ്ടു. ഇവിടെ വേറെ കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓ, ഇതുണ്ടോ, വെൽക്കം ടു ആബേ വാട്ടർഫോൾസ്. ശേ, അപ്പോൾ ഇതാണ് ആബേ വാട്ടർഫോൾസ്. ഗൂഗിൾ പേ ഇല്ലേ? ഓ ഷിറ്റ്, പിന്നെയും പെട്ടു. ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഓഫ്. ആണോ? നെറ്റ് ചേട്ടൻ്റെ നെറ്റുണ്ടോ? എടാ, പുള്ളി പൈസ തന്നടാ എനിക്ക്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത് ക്യാഷ് ആയിട്ടല്ലോ, ഗൂഗിൾ പേ ആയിരുന്നു.
പുള്ളി അവിടെ വണ്ടി പാർക്കിയിട്ട് 10 രൂപ കൊടുത്തിട്ട് കയറി പൊക്കോളാൻ പറഞ്ഞു. എടാ ഇതെന്തൊരു മനുഷ്യരിത്. അയ്യോ, പുള്ളി എനിക്ക് പൈസ തന്നു. പുള്ളി ഓർത്ത് കാണോ ഞാൻ എന്തൊരു ഗതികെട്ടാനോ. എവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്? വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴിയെ എല്ലാവരും അണഞ്ഞു ഊത്തി കയറി വരുന്നത്. നല്ല ദൂരമാണെന്ന് തോന്നുന്നു, പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഇവിടുന്ന് ആക്ച്വലി കേൾക്കുന്നുണ്ട്. ഇതാണ് വാട്ടർഫോള്. പക്ഷേ താഴെ നോക്കി അറിയാം മുതുക്കാളാണ്. എത്ര പേര് നിൽക്കുന്നത്. അയ്യോ, അടുത്തോട്ട് പോയി നോക്കാം നമുക്ക് എന്തായാലും. ബേസിക്കലി ഒരു വഴിയാണ് കേട്ടോ, പൊളിഞ്ഞു കിടക്കുക. എന്ത് സംഭവം തരത്തില്ല, ഞാൻ കാണിച്ചു തരാം. വഴി മൊത്തം പൊളിഞ്ഞു കിടക്കുക. അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ. ജസ്റ്റ് ഒരു വാട്ടർഫോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സാധനമൊക്കെ ഇളകി പറഞ്ഞിരിക്കുക, എപ്പോൾ വേണം താഴോട്ട് പോകും. ഇതാണ് സംഭവം, ആബേ വാട്ടർഫോൾസ്. നമ്മളപ്പോൾ ഇവിടുന്ന് തെറിക്കുകയാണ്. വലിയതായിട്ട് കാണാവുന്നില്ല ഇവിടെ. തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക. ശരി, ഇറങ്ങുന്ന അത്ര സുഖമില്ല തിരിച്ച് കയറാനായിട്ട്. വലിയ കയറ്റമല്ല, എന്നാലും കൈൻഡ് ഓഫ് മടുക്കുന്നു. അബി വാട്ടർഫോൾസും കൊണ്ടിറങ്ങി. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. അതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാൻ? എന്തായാലും കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാവേ. നാളത്തെ പരിപാടി എന്ന് വെച്ചാൽ നാളത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു നാളത്തെ പരിപാടി നാളെ പറയാം. ഓക്കെ, ബൈ.